ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി അങ്ങനെ അവരുടെ കാല് പിടിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സുഭാഷാണ് നിധിയെ സമാധാനിപ്പിക്കുക. ഈ സമയത്ത് അവിടെ ലളിത സുനന്ദയോട് അച്ഛൻ വരുമ്പോൾ ഇതൊന്നും അറിയാതെ നോക്കണമെന്നും പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ സുനന്ദ ഭയങ്കര കരച്ചിൽ. ആ മനസ്സ് വിഷമിപ്പിക്കാൻ നമ്മളായിട്ടൊരിട ഉണ്ടാക്കരുത് എന്ന് ലളിത മോൾക്ക് പറഞ്ഞു കൊടുക്കുക. മോളെ അമ്മ വിശ്വസിക്കട്ടെ എന്നിങ്ങനെ ലളിത ചോദിച്ചു. സുനന്ദയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ വിശ്വസിച്ചോട്ടെ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന സുനന്ദ ഭയങ്കര കരച്ചിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തിരുമേനി അങ്ങോട്ടേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഇവരെല്ലാവരും വെറും കൈയോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ താലി എടുത്തുകൊണ്ട് വന്നു. താലി തന്നേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട തിരുമേനി എന്ന് പറയുകയാണ്. നട അടച്ചോളാനും പറഞ്ഞു. പിന്നെ കെട്ട് നടക്കില്ല, അത് പെൺകുട്ടി വന്നില്ല എന്നും സുധീഷ് തിരുമേനിയോട് പറയപ്പോഴത്തേക്കും ആ താലി എടുത്ത് അവർ സുഭാഷിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. സുഭാഷ് ആ താലി ഇങ്ങ് മേടിക്കുകയും ചെയ്തു. അപ്പം ദക്ഷിണ തിരുമേനി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈശ്വരൻ്റെ പിന്തുണയില്ലാത്ത വിവാഹത്തിന് എന്ത് ദക്ഷിണയാണ് വേണ്ടത് എന്ന് സുഭാഷിനോട് ചോദിക്കുക കേട്ടോ അവിടെ നിന്ന് നമ്മുടെ തിരുമേനി. അപ്പം നിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നിധി അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. ആ താലി ഇങ്ങനെ എടുത്തൊന്ന് നോക്കി, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക സുധീഷ്. എന്നിട്ട് നീയല്ലേ ഇത് വാങ്ങിച്ചത്, നീ സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു സുധീഷിനോട്. അപ്പോൾ ചേട്ടാന്നും പറഞ്ഞ് സുധീഷിന് ഭയങ്കര സങ്കടം. സുഭാഷ് അവിടെ നിന്ന് പോയി. സുഭാഷ് നടന്നു പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാണ് എല്ലാവരും. അപ്പം നിധിക്ക് ഭയങ്കര സങ്കടം. നിധി നിന്ന് ഭയങ്കര കരച്ചിൽ. നിധി എന്നും പറഞ്ഞ് സുധീഷ് നിധിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നിധി ഇങ്ങനെ വീട്ടിൽ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഇത് സുഭാഷ് പറഞ്ഞ കാര്യങ്ങൾ, അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് കല്യാണം മടങ്ങി തിരിച്ചു വന്നതും ഒരു ജോലിക്ക് പോവോടാ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഹരീഷ് ചോദിക്കുമ്പം ചേട്ടൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. ഞാനേ വർക്ക് സൈറ്റിൽ കുറേ നേരം ഉണ്ടായിരുന്നു, ഒരു വാക്ക് പോലും അതേപ്പറ്റി അദ്ദേഹം മിണ്ടിയില്ല എന്ന് സുധീഷ് പറയുക. അപ്പോൾ നിധിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുഭാഷ് ജോലി കഴിഞ്ഞ് വന്നു. എന്താ എല്ലാവരും കൂടി ഇവിടെ? ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. നികേഷിൻ്റെ കയ്യിൽ ഞാൻ കാശ് കൊടുത്തായിരുന്നു, ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കൊടുത്തോടെ നികേഷ് എന്ന് ചോദിച്ചപ്പം കൊടുത്തെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിച്ചെന്നും പറഞ്ഞു. അത് എനിക്കൊന്ന് കുളിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അങ്ങ് പോകുമ്പോൾ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിധി സുഭാഷിനെ വിളിച്ചു. എന്നിട്ട് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുക. സോറി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി സോറി പറയുക സുഭാഷിനോട്. ഇത് കണ്ടപ്പോൾ സുഭാഷ് അന്തം വിട്ടു അവരെല്ലാവരും. അങ്ങനെ നിധി ഭയങ്കര കരച്ചിൽ. മോളെ എന്തിനാ നീ ഇപ്പം കരയുന്നേ? എന്നാ പറ്റിയെന്ന് ചോദിച്ചു. പാം സോറി എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ. മോളെ എന്തിനാ ഇപ്പം ഇങ്ങനെ സോറിയൊക്കെ പറയുന്നതെന്ന് നിധി അന്നേരം ചോദിച്ചു. ഏട്ടത്തി ഇങ്ങനെ കരയല്ലേ എന്ന് നികേഷ് ആദ്യം കൈ അങ്ങ് താത്താൻ പറഞ്ഞു. നോക്ക്, നീ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുക കേട്ടോ നിധി എന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ സത്യമായിട്ടും ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതെന്നും ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല എന്നും നിധി പറയുമ്പോൾ മോളെ നീ അത് വിട്ടേക്ക്, അതിനാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അപ്പോൾ ഏട്ടത്തി അത് വിട്ടേക്കാൻ ഹരീഷും പറഞ്ഞു. അപ്പോൾ സുനന്ദ എന്നും ഇങ്ങനെ തന്നെയാണ്, അത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവളെ വിശ്വസിച്ച് ഞങ്ങൾക്കാണ് തെറ്റു പറ്റിയതെന്നുള്ള കാര്യവും ഹരീഷ് അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അവളിങ്ങനെ ചെയ്തതിൽ ഏട്ടത്തി എന്ത് പഴിച്ചു, ഏട്ടത്തി എന്തിനാ സങ്കടപ്പെടുന്നത്, കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് അന്നേരത്തേക്കും സുഭാഷ് ചോദിക്കുക. കുറച്ച് നേരം അമ്പലത്തിൽ പോയിരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാനേ കുറേ നാളായി അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഭഗവതിക്ക് തോന്നിക്കാണും ഈ പേരിലെങ്കിലും എന്നെ കുറച്ച് നേരം അവിടെ പിടിച്ചു നിർത്തണം എന്ന്. അതായിരിക്കും ഭഗവതി ഉദ്ദേശിച്ചത്. അങ്ങനെ നടന്നു എന്ന് കരുതിയാൽ മതി. അതിന് നീ ഇപ്പം ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം നിധി? നോക്ക്, ഇത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമമാകുന്നത് കേട്ടോ എന്ന് സുഭാഷ് ഇങ്ങനെ നിധിയോട് പറഞ്ഞപ്പോൾ കരയിലെ ഏട്ടത്തി കരഞ്ഞതുകൊണ്ട് എന്നാ കാര്യം എന്ന് ചോദിച്ചു നികേഷ്. എന്നാലും ഞാൻ കാരണമല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിയതെന്ന് നിധിയെ നേരം ചോദിക്കുക. അത് കേട്ടപ്പോൾ മോളെ നീ ഇങ്ങനെ കരയല്ലേ, എന്തെങ്കിലും അസുഖം വരും, നീ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. സുധീഷ് ഒന്ന് പറഞ്ഞു കൊടുക്കടാന്ന് പറഞ്ഞു സുഭാഷ്. എന്നിട്ട് എല്ലാവരും കൂടെ നിധിയെ സമാധാനിപ്പിക്കുക, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ നിധിയെ സമാധാനിപ്പിച്ച് എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. കഴിഞ്ഞ് പിന്നെ നിധി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക ഇരുട്ടത്ത്. അപ്പോൾ സുധീഷ് പിന്നാലെ ചെന്നു. നിധി അന്നേരം നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം താനത് വിട് നിധി എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. ഇയാൾ നല്ലതിന് വേണ്ടി എല്ലാം ചെയ്തു, പക്ഷേ സംഭവിച്ചതേ ഇങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒന്നും കാര്യം നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അവൾ വരുമെന്ന് ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് പോയി അതാ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വരുമെന്ന് തന്നെയാണ് കരുതിയതെന്ന് സുധീഷ് പറഞ്ഞു. ഇയാളെക്കാളും സുഭാഷ് ഏട്ടനേക്കാളും ഒക്കെ എനിക്കായിരുന്നു നഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയുമ്പോൾ നിധി ഇങ്ങനെ നോക്കി. അപ്പോൾ താനെന്താടെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് സുധീഷ് നിധിയോട് പറയാട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും കല്യാണത്തിന് ഏർപ്പാടാക്കാൻ
അല്ലെങ്കിൽ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നല്ലോ, എല്ലാത്തിനും ഓടി നടന്നത് ഞാനല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. കെട്ടാനുള്ള താലി വാങ്ങാൻ വേണ്ടി ജ്വല്ലറിയിൽ ചെന്നപ്പം ആരാപ്പം അവൻ്റെ പണിക്കൂലി അടക്കം 65,000 രൂപയായി എന്ന് പറഞ്ഞു. അവസാനം 2 ഗ്രാമിൻ്റെ ഒരു താലിയിലാണ് ഞാൻ ഒതുക്കിയത്. അപ്പോഴും വേണം 32,500 രൂപ. കയ്യിലുണ്ടായതാകെ 6,000 രൂപയും ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക സുധീഷിനെ. അല്ല, അത് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ട്രാവൽസിൻ്റെ പണം മുഴുവൻ ഇങ്ങനെ ലൈനിൽ കിടക്കുകയാണല്ലോ. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കടം വാങ്ങിച്ച് സംഘടിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം പറഞ്ഞു. അപ്പം നിധി നിന്നിങ്ങനെ കരഞ്ഞിട്ട്, അതെ ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അയ്യോ, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടോ, ഞാൻ കാശ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. എനിക്കൊരു നഷ്ടം ഉണ്ടായി എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ എൻ്റെ നിധി, ഇപ്പം ഇയാൾ എന്തിനാ ഏത് നേരവും ഞാൻ വേണമെങ്കിൽ കാശ് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്രയധികം കാശുണ്ടോ എൻ്റെ കയ്യിൽ? അപ്പം അന്ന് സ്വർണം കൊടുത്തില്ലേ, ആ കാശിൽ ഇയാൾക്ക് തന്നത് കഴിഞ്ഞ് ബാക്കി മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ തന്നെ ഭദ്രമായിട്ട് വെച്ചേക്ക്. ഞാൻ ചുമ്മാ ഇത്രയും ചിലവായി എന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളടോ എന്ന് സുധീഷ് പറഞ്ഞു. എല്ലാം സുഭാഷേട്ടനും സുനന്ദയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തതാ. എന്തു ചെയ്യാം, അവൾ ചതിച്ച് കളഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. കാശ് നഷ്ടമായത് ശരി തന്നെ, പക്ഷേ അതിലും വലിയ സങ്കടം സുഭാഷേട്ടൻ അനുഭവിച്ചില്ലേ എന്ന് നിധി ഇങ്ങനെ സുധീഷിനോട് പറഞ്ഞു. അതെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നടക്കും, പക്ഷെ കാശ് പോയത് തന്നെയല്ലേ എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കാം. ഏതായാലും വാങ്ങിയതല്ലേ, തിരിച്ചു കൊടുക്കണ്ട എന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. എന്നാലും സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുമല്ലോ, അന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് നിധി ഇങ്ങനെ സുധീഷിനോട് പറഞ്ഞപ്പോൾ അപ്പോൾ അത് തീരുമാനമായി എന്ന് ചിന്തിക്കുക സുധീഷ്. നിങ്ങൾക്ക് വേണ്ടി സുഭാഷേട്ടൻ എത്ര പണം മുടക്കിയതാ? അന്ന് ഈ വീടിന് മുന്നിൽ വലിയ പന്തലിട്ട് എത്രയോ പേരെ വിളിച്ച് ഗംഭീരമായിട്ടല്ലേ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയതെന്ന് ചോദിക്കുമ്പം ഇയാൾ പറയുന്നതിൽ ഒരു പോയിന്റ് കറക്റ്റാ. സുഭാഷേട്ടന് വേണ്ടി വാങ്ങിയ താലി എന്നെങ്കിലും ഒരു ദിവസം അത് യൂസ്ഫുൾ ആകും, അത് ഉറപ്പാ. പക്ഷേ എനിക്ക് നടന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നടത്തിയൊരു നാടകം, അതൊക്കെ ഒരു കല്യാണമാണോ എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുമ്പം തെറ്റ് തന്നെയാണ്, എനിക്കതറിയാം. അതെല്ലാം എൻ്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ആലോചിച്ച് വേണമായിരുന്നു 2 കല്യാണവും പ്ലാൻ ചെയ്യാൻ എന്ന കാര്യം നിധി ഇങ്ങനെ പറയണേ. അപ്പം ഞാൻ കാരണം വെറുതെ മറ്റൊരാൾക്ക് കൂടി വിഷമമായി എന്ന് പറഞ്ഞപ്പോൾ താൻ വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, മതി, നിർത്ത്. നല്ലതിന് വേണ്ടി എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തത് നടന്നില്ല, അങ്ങനെ കരുതി സമാധാനിച്ചാൽ പോരെ, താൻ ഇതിന് വെറുതെ ടെൻഷൻ ആവണേന്ന് സുധീഷ് ചോദിക്കാം. എന്തായാലും ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ നിധിക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലടോ എന്ന് ചോദിച്ചു. സുഭാഷേട്ടനോടും എൻ്റെ കുടുംബത്തോടും ഒക്കെ ഇത്രയും സ്നേഹം തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഭയങ്കര അത്ഭുതം എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പോൾ ശരിയാ, ഒരു ചേട്ടനോടുള്ള ഇഷ്ടം എനിക്ക് സുഭാഷേട്ടനോടുണ്ട് എന്ന കാര്യം നിധി സുധീഷിനോട് പറഞ്ഞു. പക്ഷേ അതുമാത്രമല്ലല്ലോ എന്ന് നിധി ഇങ്ങനെ, പിന്നെ എന്തായാലും ഒരു ദിവസം ഈ വീട് വിട്ട് ഞാൻ പോകേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ സുധീഷിൻ്റെ ഭാവം അങ്ങ് മാറി. സുധീഷാണ് സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ 3ാമത് വന്ന് കയറിയ പെണ്ണും ഇറങ്ങിപ്പോയെന്ന് ആൾക്കാർ പറയും. അതിനു മുൻപ് ഈ വീട്ടിലൊരു പെൺകുട്ടി വന്ന് കയറണമെന്ന് നിധി പറയാം. സുഭാഷേട്ടൻ ഒരു ഭാര്യ വന്നിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ആ പേരുദോഷം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നിധി പറയുവാണ്. ഈ വീടിന് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് അതാണെന്നും നിധി സുധീഷിനോട് പറയുമ്പം അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഇയാൾ ചെയ്യുന്നത് ചോദിച്ചു. സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കണം, ആൾ സന്തോഷമായിട്ടിരിക്കണം, അതെനിക്ക് ആഗ്രഹമുണ്ടെന്നും നിധി സുധീഷിനോട് പറഞ്ഞു. അപ്പോൾ സുധീഷ് ഒന്ന് ചിരിച്ചു. എന്നാൽ അതിനോടൊപ്പം ഇതും വേണമല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് ചെന്ന് ഉള്ളിൽ ചെന്ന് നടന്നതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ നിധിയോട് സുധീഷ് പറയാം. ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുറത്തോണ്ട് കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഇയാൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് സുധീഷ് അങ്ങ് മാറി നിൽക്കുന്നു. ഈ സമയത്ത് അകത്ത് കയറി ചെന്ന് സുധീഷും ഹരീഷും കൂടെ മൊബൈലിൽ ഓരോന്ന് നോക്കി ഇങ്ങനെ ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഹരീഷിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. എന്താടാ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്, എന്താടാ ഇന്ന് ജോലിക്കൊന്നും ആരും പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നിധിയും അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് ഒരു കുഴപ്പമില്ല, എടാ നിനക്ക് ഷോപ്പ് തുറക്കണ്ടേ ഹരീഷ്, നീ എന്താ ഇങ്ങനെ? അപ്പോൾ അത് അവർ തുറന്നോളൂ എന്ന് പറഞ്ഞു ഹരീഷ്. സുഭാഷ് ഏട്ടൻ ഓക്കെ ആണോ അത് പറ എന്നിങ്ങനെ ഹരീഷ് പറഞ്ഞപ്പോൾ എനിക്കെന്താടാ പ്രശ്നം? എടാ ഞാൻ ഇന്നലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞാലേ ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ സുഭാഷ് ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അപ്പോൾ നിധി തല അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ടേ. ഇന്ന് വാർപ്പ് നടക്കുക, എനിക്ക് നേരത്തെ പോകണം, ചോറ് സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും രാവിലെ ഉച്ചയ്ക്കും അത് തന്നെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ അല്ലേടാ അന്ന് സുഭാഷ് നികേഷിനോട് ചോദിക്കുമ്പോൾ അതെ ഫുഡിൻ്റെ കാര്യമൊക്കെ വിട്, രാവിലെ കിട്ടാനുള്ള കാപ്പി എവിടെയാണെന്ന് ചോദിച്ചു സുധീഷ്. അന്നേരം ഞാനത് മറന്നു, ഞാൻ ഇപ്പോൾ എടുക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം നിധിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സമ്മതിക്കണം നിങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ സുധീഷ് നോക്കുക, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ഓരോ ആലോചന നിങ്ങൾക്കില്ലല്ലേ എന്ന് ചോദിച്ചു.
കാപ്പി വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കണം, അല്ലാണ്ട് ഓർഡർ ഇടുമ്പോൾ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ സുഭാഷ് ചേട്ടൻ എന്താ നിങ്ങളുടെയൊക്കെ വെയിറ്റർ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നിധി ദേഷ്യപ്പെട്ടു. എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി ഇങ്ങനെ സുധീഷിനോട് ദേഷ്യപ്പെടും. അതൊന്നും പ്രശ്നമേ അല്ലെന്നുള്ള രീതിയിൽ സുധീഷ് അവിടെ ഇരിക്കുന്നത്. സുഭാഷ് നേരത്തേക്കും അവിടെ നിന്ന് ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഫോൺ വന്നു, ഫോണിൽ സംസാരിക്കുക. അപ്പോഴാണ് അച്ഛൻ അതിൽ വരുന്നത്. അപ്പോൾ സുധീഷ് ഇങ്ങനെ വഴിക്ക് വട്ടം ഇരിക്കുക, മാറാ അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുധീഷ് എന്നും പറഞ്ഞു അന്തം വിട്ട് അവിടുന്ന് അങ്ങ് എഴുന്നേറ്റും അങ്ങ് നീങ്ങിയിരിക്കും. മനുഷ്യൻ വിശന്നിട്ട് പാടില്ല, അവനതവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിക്കുക കേട്ടോ. സുഭാഷ് നമ്മൾ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ എന്താണോ ഉണ്ടാക്കിയേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചോറാന്ന് പറഞ്ഞു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് സാമ്പാറും ചോറും. പൊന്നോ എന്തേലും ആട്ടെ ഇച്ചിരി താ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അവിടുന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കും. അപ്പോൾ സുഭാഷ് ഇങ്ങനെ അത് നോക്കി നിന്നു. അച്ഛൻ ചോറും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് ഇവരുടെ എല്ലാവരുടെ അടുത്തിരുന്ന് അച്ഛൻ കഴിക്കുക. അപ്പോൾ സുഭാഷ് ചായ ആയിട്ട് വന്നു. എടാ നമ്മുടെ വൈകിയില്ലേ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർ തിരുവനന്തപുരമൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. നിനക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എത്ര രൂപയാകുമെന്ന് അവൻ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിധി അന്തം വിട്ട് സുഭാഷിനെ നോക്കുക. അതിപ്പം ട്രാവലറുള്ള കണക്കല്ലേ, കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല. രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിപാടിയാണെങ്കിലും ഒരു 4000 രൂപയാകുമെന്ന് പറഞ്ഞു. അത് വളരെ കൂടുതലല്ലേടാ, അവൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും കാണത്തില്ല അന്ന് സുഭാഷ്. ഇതത്ര കൂടുതലൊന്നും അല്ല ഏട്ടാ, അതൊന്നും ഇല്ലാതെ ഒരു വണ്ടിയും വരാൻ പോകുന്നില്ല. പിന്നെ എന്ന് സുധീഷ് നീ തോമസ് ചേട്ടനോട് ചോദിച്ചു നോക്കുമ്പോൾ അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ, അയാൾ സമ്മതിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആരാ ഈ തോമസ് ചേട്ടൻ എന്ന് നിധി അന്നേരം ചോദിച്ചു. പണിപാളി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ അച്ഛനോടും ചോറുണ്ണോ, നിങ്ങളുടെ സ്വന്തം ട്രാവൽസ് അല്ലേ, അതിലൊരു വണ്ടി എടുത്ത് എത്ര രൂപയ്ക്ക് ഓടണമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചൂടെ എന്ന് നിധി ഇങ്ങനെ ചോദിക്കുമ്പം അച്ഛൻ ഇങ്ങനെ നോക്കുക അന്തം വിട്ടപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോഴത്തേക്കും ഒരൊറ്റ ചിരിയായിരുന്നു അച്ഛൻ. അതും പൊളിഞ്ഞു. സുധീഷിന് മൊത്തത്തിൽ പണിയാം. ഇവൻ്റെ ട്രാവൽസോ എന്ന് അച്ഛൻ ചോദിക്കുക. അവിടെ പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. അയ്യോ ഇവൻ അങ്ങനെയാണോ നിന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു കേട്ടോ. പാളി മൊത്തം പാളി. എൻ്റെ പൊന്നു മോളെ ഇവൻ അവിടുത്തെ കൂലിക്കാരനാണെന്ന് പറഞ്ഞിട്ട് അച്ഛനിരുന്ന് ഇങ്ങനെ പറയാം. അവിടെയെല്ലാം പൊളിഞ്ഞു. ഇവൻ വെറും ഡ്രൈവർ, കൂലിക്ക് വണ്ടി ഓടിക്കുന്ന വെറും ഡ്രൈവറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുധീഷ്. ഞാനെന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ഭാസ്കരൻ ഡ്രൈവറായിരുന്നു, സ്വന്തമായിട്ട് ലോറി ഉണ്ടായിരുന്നു ഡ്രൈവർ കം മുതലാളി. നീ അങ്ങനെയല്ല, ആ തോമസിൻ്റെ ശമ്പളം പറ്റുന്ന വെറും ഡ്രൈവറാണ് നീ. എടാ ആ പണി ചെയ്യുന്നതിൽ അന്തസ്സ് തോന്നുന്നില്ലെങ്കിൽ അത് വിട്ടിട്ട് വേറെ എല്ലാം ചെയ്യാൻ നോക്കടാ, അല്ലാതെ മുതലാളിയാണെന്ന് അടിച്ച് വിടുകയല്ല വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് ഇങ്ങനെ ചമ്മി വിളറി നിധിയുടെ മുഖത്ത് നോക്കി നിൽക്കുക. നിധി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം ഇങ്ങനെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ടല്ലേ വന്നേ, എന്നിട്ട് ഈ നോണ ഏട്ടത്തി വിശ്വസിച്ചോ എന്ന് ഹരീഷ് ചോദിച്ചു. ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞതാ ഞാൻ വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവറെ അയക്കുമായിരുന്നെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിധി പറയാം. ബുദ്ധിമാനായ മണ്ടൻ എന്ന് നികേഷ് ചിന്തിക്കുന്നു. അപ്പം നീ അത് വിശ്വസിച്ചല്ലേ? കൊള്ളാം മോളെ. സ്വന്തം വണ്ടി കൊണ്ടാണ് ഇവൻ വന്നിരുന്നതെങ്കിൽ അത് പിന്നെയും വിശ്വസിക്കാം. ഇത് നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഓടിക്കാനല്ലേ ഇവൻ വന്നേ അല്ലേ? ഏതെങ്കിലും മുതലാളി അങ്ങനെ ചെയ്യുമോ മോളെ എന്ന് അച്ഛൻ നിധിയോട് ചോദിച്ചു. അപ്പം മതി, നിങ്ങളെല്ലാവരും കൂടെ ഇനി അതെടുത്ത് കീറി മുറിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു സുധീഷ് അവിടെ കിടന്ന് ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഹരീഷ് അന്ന് ഒറ്റ രാത്രി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോയി. അതിന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു നോണ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യത്തെ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോൾ സമ്മതിക്കത്തില്ലായിരുന്നു ഒന്ന് നിധി അന്നേരം ചോദിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ല. സുധീഷ് കിടന്ന് അങ്ങ് വിരകുക. എനിക്ക് സംശയമില്ലാതിരുന്നത് കൊണ്ടോ നിങ്ങൾ മുതലാളിയാണെന്ന് വിശ്വസിച്ചിട്ടോ ഒന്നുമല്ല. ഈ കള്ളവും നാച്ചുറലി പൊളിയുന്നൊരു സന്ദർഭം വരെ കാത്തിരിക്കുകയായിരുന്നു ഞാനെന്നും നിധി ഇങ്ങനെ പറയാം. അപ്പോൾ കേട്ടോ എന്നും നമ്മുടെ സുഭാഷ്. അതാണെന്നും പറഞ്ഞ അച്ഛൻ. അപ്പോൾ അതാണല്ലേ എന്ന് നികേഷ്. നിങ്ങൾ പറഞ്ഞ മറ്റ് കള്ളങ്ങൾ പൊളിഞ്ഞപ്പോഴും ഇതും കൂടി ഏറ്റു പറയാനുള്ള സത്യസന്ധത നിങ്ങൾ കാണിച്ചോ? ഇല്ലല്ലോ. നിങ്ങളെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഭൂലോകം നുണയനാണെന്നും നിധി ഇങ്ങനെ സുധീഷിനോട് അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. എങ്ങനെയല്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇന്ന് സാമ്പാറും ചോറും കഴിക്കുന്നു, ഇവനെ പൊളിച്ചെടുക്കുന്നു. അല്ല നിധി ഹലോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് വിളിച്ചെങ്കിലും നിധി മൈൻഡ് വലിഞ്ഞ അപ്പം നാണയില്ലേ സുധീഷ് ഏട്ടാ ഇങ്ങനെ കഷ്ടം. അതെ ആദ്യമേ തുറന്ന് പറയായിരുന്നു എന്ന് നികേഷ്. ഇത് ചീപ്പായി പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ അങ്ങനെ അതെ നമ്മുടെ സുധീഷിനെ മൊത്തത്തിൽ പൊളിച്ചടുക്കി എല്ലാവരും കൂടെ ചേർന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിധി തുണി ഇരിക്കുമ്പോഴത്തേക്കും സുധീഷ് ഓടി നിധിയുടെ അടുത്തേക്ക് ചെല്ല്. അപ്പോൾ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്കും വേണ്ട തൊടണ്ട അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തോളാവെന്നും നിധി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേഷ്യത്തിലാണോ? ഞാൻ എന്തിന് നിങ്ങളോട് ദേഷ്യപ്പെടണമെന്ന് നിധി ചോദിക്കുക. അപ്പം നിധി ഒരു കാര്യം താൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ ഈ നുണകളെല്ലാം ഞാൻ ഒരുമിച്ച് പറഞ്ഞതായിരുന്നു, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊളിയുന്നതേ ഉള്ളൂ കേട്ടോ എന്ന് സുധീഷ് നിധിയോട് പറയാം. ഇപ്പം ഞാൻ കള്ളങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. താൻ എന്ത് ചെയ്താലും അത് എന്നെ ബാധിക്കത്തെടുത്താലും കാലം എനിക്കെന്താണോ കാര്യം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്നും
നിങ്ങൾ ഡ്രൈവറോ മുതലാളിയോ ട്രാവൽസ് നടത്തുന്ന ആളോ ഇനിയിപ്പോൾ ഏതെങ്കിലും വലിയൊരു കാർ കമ്പനിയുടെ MD തന്നെ ആയാലും എനിക്കൊന്നുമില്ല എന്ന് നിധി പറഞ്ഞു. അല്ലാതെ ഇപ്പം കണ്ടില്ലേ ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തുമാത്രം ചീത്തയാണ് വിളിക്കുന്നത്. അല്ല ഞാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ മാത്രം അത് എങ്ങനെയായിപ്പോയേ എന്ന് സുധീഷിനോട് നിധി ചോദിച്ചു. സുധീഷ് ഇങ്ങനെ അന്തം വിട്ട് കൊന്തം വിഴുങ്ങി നിധിയെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.